ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റെഡ്ഫേർഡ് സിഗ്നൽ. ഒരു വേറെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണല്ലേ. യെസ്, ഇന്ന് കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പീസ്ഫുൾ ലൊക്കേഷൻ, മല, മരം, കിളികൾ, ശാന്തത, പച്ചപ്പ്, ഹരിതാപം എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ്ഫുൾ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഞാൻ പീസ്ഫുള്ളായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ അറിയോ ഗൈസ്, ഐ വാസ് റോങ്. ഞാനൊരു തെറ്റ് ചെയ്തു. പിന്നെ ലോകത്ത് തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല, എല്ലാവരും ഒരു ഒന്നോ രണ്ടോ തെറ്റൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഞാൻ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ വലിയൊരു തെറ്റാണ് നമുക്ക് ഈ പ്ലെയറിനെ വേണ്ട എന്നുള്ളത്. അതാരാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് വീഡിയോ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്ലെയറുടെ പേരെന്താ അറിയോ? നമുക്ക് വേണ്ട ലെഫ്റ്റ് ബാക്കിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്നെക്കാട്ടും ബുദ്ധി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് തെളിയിച്ചൊരു മൊമെൻ്റായിരുന്നു ഇത്. എനിക്ക് ബുദ്ധി ഉണ്ട് ഇല്ല എന്നല്ല, എനിക്ക് ബുദ്ധി ഇല്ല എന്നാരും പറയരുത്. പക്ഷേ എന്നെക്കാട്ടും ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്നെക്കാട്ടും ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചൊരു മൊമെൻ്റാണ് ഞാൻ പിക്ക് ചെയ്തത്. കാരണം എന്നോട് പലരും ചോദിച്ചിരുന്നു, മിറാജ് ബ്രോ നമുക്ക് ആരാണ് ലെഫ്റ്റ് ബാക്ക് വേണ്ടത്? നെക്സ്റ്റ് സീസണിലോട്ട് നമുക്കറിയാം ഈ ലൂക്ക് ഷോ വാഴ ഒന്നും നടക്കാൻ പോകുന്നില്ല, അതിനൊക്കെ എടുത്തിട്ട് വല്ല കാട്ടിലും കൊണ്ട് ഉപേക്ഷിക്കണം. കാരണം നമുക്കറിയാം വേൾഡ് കപ്പ് കഴിഞ്ഞ് ലൂക്ക് ഷോ ഇഞ്ചോർഡ് ആവും, ഒരു സംശയം വേണ്ട, അത് 100% ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഒരു ലെഫ്റ്റ് ബാക്കിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡിമാർക്കോ ഈസ് ദ ബെസ്റ്റ്, ഡിമാർക്കോ മതി. കാരണം സ്റ്റാറ്റ്സ് നോക്കുമ്പോഴും ക്രോസിങ്ങും അതേപോലെ തന്നെ മൂപ്പരുടെ ഒരു അസിസ്റ്റും കാറ്റഗറിയൊക്കെ നോക്കുമ്പോൾ ഡിമാർക്കോ ആണ് നമുക്ക് പെർഫെക്റ്റ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ഹൈ ലെവൽ പ്രൊഫഷണലാണ്, അത്ര ഇഞ്ചോർഡ് അല്ല. പക്ഷേ ഗൈസ്, ഐ വാസ് റോങ്. കാരണം ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? ലോക ഫുട്ബോളിൽ ഞാൻ ഇന്ന് നോക്കിക്കാണുന്ന വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പ്ലേയേഴ്സിലൊരാളാണ് ലമീൻ യമാൽ. ഈ ലമീൻ യമാലിനെ പൂട്ടുന്ന ഫുൾ ബാക്സിനൊക്കെ ടാലൻ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ന്യൂനോ മെൻഡസ്, കുക്കുറെല്ലാം നമുക്ക് കണ്ടതാണ്. എന്നാൽ ഇവരെക്കാട്ടൊക്കെ അടിപൊളിയായിട്ട് ലമീൻ യമാലിനെ ഇപ്പോൾ അടുത്ത കാലത്ത് പൂട്ടിയൊരു ചെങ്ങായാണ് ലൂയിസ് ഹോൾ, ന്യൂ കാസലിൻ്റെ പ്ലെയർ. ഉള്ള കാര്യം പറയാം, ഞാൻ ഇവിടെ ഫാനായിപ്പോയി. യജാതി ചെങ്ങായി, യജാതി പ്ലെയർ, ഇൻറ്റൻസിറ്റി, ഫിസിക്കാലിറ്റി, അഗ്രഷൻ, IQ, പിച്ചിലെ ഒരു ഫയർ, ഇവനാണ് നമുക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വാസ് റോങ്, ഐ ആം റോങ്, അല്ലെങ്കിൽ ഐ വാസ് റോങ്. പിന്നെ തെറ്റ് ഞാൻ ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് തോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനടി ഞാൻ പറയും ഐ വാസ് റോങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. യു ആർ റൈറ്റ്, യു ഗൈസ് ആർ റൈറ്റ്. ലൂയിസ് ഹോളിൻ്റെ പേര് ഇവിടെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് ടു ബൈ ദിസ് ഗൈ. നമുക്കറിയാം ന്യൂ കാസിൽ ഒരിക്കലും ഈസി കൊടുക്കാൻ പോകുന്നില്ല. ന്യൂ കാസിൽ മിനിമം 80 മില്യൺ, 75 മില്യൺ, 80 മില്യൺ മിനിമം ചോദിക്കും. ഒരു സംശയം വേണ്ട. കാരണം 2029 വരെ കോൺട്രാക്റ്റിലൊരു മനുഷ്യനാണ്. പിന്നെ ലൂയിസ് ഹോളിനെ പുള്ളിയാനായിട്ട് ഇനിയോസ് കുറച്ച് കഷ്ടപ്പെടും, കാരണം നമ്മുടെ പ്രോജക്റ്റ് മുന്നോട്ട് വെക്കണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഇനിയോസ് ഹാസ് ടു ഡു ദിയർ ജോബ്. ലൂയിസ് ഹോൾ കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ലൂക്ക് ഷോ വാഴയ്ക്ക് പകരം നമുക്ക് വേണ്ടൊരു പ്രോപ്പർ പ്ലെയറാണ് ലൂയിസ് ഹോൾ. 21 വയസ്സ് 22 വയസ്സ് മാത്രം പ്രായം, ടോപ്പ് ലെവൽ ടാലൻറ്റ്, ഇംഗ്ലീഷ് പ്ലെയർ. കാരണം ഞാനത് പറയാൻ കാരണം ലൂയിസ് ഹോൾ ഇംഗ്ലീഷ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്മാർട്ട് ബൈ ആണ് യുണൈറ്റഡിന്. എസ്പെഷ്യലി ലൂക്ക് ഷോ, മേസൺ മൗണ്ട് എന്നൊക്കെ ഇംഗ്ലീഷ് പ്ലെയേഴ്സ് ഇവിടുന്ന് പോകേണ്ട പ്ലെയേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇംഗ്ലീഷ് പ്ലെയേഴ്സ് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ആ ഇംഗ്ലീഷ് കോട്ട ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ലൂയിസ് ഹോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ലൂക്കാസിൽ ഇവനെ സെല്ലിയോ എന്നുള്ള കാര്യം, അതിലോട്ട് ഞാൻ മനസ്സിലാക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ലൂപ്പ് ഹോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCR പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഈ SCR എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ SCR പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നൊരു ടീം ന്യൂ കാസിൽ, ആസ്റ്റൺ വില്ല പോലത്തെ ടീമുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ടീംസിനാണ്. സോ ഈ SCRൻ്റെ ഒരു സംഭവം മുന്നിൽ വെച്ചിട്ട് മേ ബി യുണൈറ്റഡ് ക്യാൻ ബൈ ലൂയിസ് ഹോൾ. കാരണം ന്യൂ കാസിലിന് ഫണ്ട് വേണം, ന്യൂ കാസിലിന് ഒരു പ്ലെയറിനെ സെല് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്രെഡിബിലിറ്റി ട്രാൻസ്ഫർ വിൻഡോയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയോസിൻ്റെ ക്രെഡിബിലിറ്റി. എന്നോട് ചോദിക്കണം മിറാജ് ബ്രോ നമ്മൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ ചോദിക്കണം ഇപ്പോൾ മിറാജ് ബ്രോ നമ്മൾ എങ്ങനെയായിരിക്കണം ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആവണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ വേർഡേ പറയുള്ളൂ, റൂത്ത്ലെസ്. കാരണം നമുക്കറിയാം നമ്മൾ ടൊണാലിയിൽ നോക്കുന്നുണ്ടെന്നുള്ളത്, അതേ സമയത്ത് സിറ്റി ടൊണാലിയിൽ നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്ക് ടൊണാലിനെ വേണം, അല്ലെങ്കിൽ സിറ്റിക്ക് ടൊണാലിനെ വേണം, നമുക്ക് ലൂയിസ് ഹോളിനെ വേണം. രണ്ടുപേർക്കും ഏകദേശം ഒരേ പ്രൈസാണ്. സിറ്റി ജൂൺ 1 പോയിട്ട് ടൊണാലിന് സൈൻ ചെയ്യാണ്, 100 മില്യൺ എന്നാ പിടിച്ചോ ന്യൂ കാസിൽ വേണ്ടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു.
പിന്നെ ന്യൂകാസിന് ആരും സെല് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർ സോർട്ടഡ് ആണ്. നേരെ മറിച്ച് ജൂൺ 1 നമ്മൾ പോയിട്ട് ലൂയിസ് ഹോളിനോട് പറയാണ്, മോനെ എന്നാ പിടി, നിൻ്റെ വേജസ് ഇതാ, ന്യൂകാസിൽ ഇന്നാ പിടി 80 മില്യൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂയിസ് ഹോൾ കയ്യിലിരിക്കും. ദാറ്റ്സ് കോൾഡ് റൂത്ത്ലെസ് നേച്ചർ, റൂത്ത്ലെസ് ട്രാൻസ്ഫർ വിൻഡോ. അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ചോദ്യം കൂടി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആർ യു ഹാപ്പി വിത്ത് ലൂയിസ് ഹോൾ? അതൊന്ന്. പിന്നെ നമുക്കറിയാം നമ്മൾ ടൊണാലിയായിട്ട് ലിങ്ക്ഡാന്നുള്ളത്. ടൊണാലിക്ക് മിനിമം 100 മില്യൺ നമ്മൾ കൊടുക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. 100 മില്യൻ്റെ അടുത്ത് എന്തായാലും ന്യൂകാസിൽ ചോദിക്കും. നമുക്ക് ന്യൂകാസിൽ നിന്ന് വേണ്ടത് ടൊണാലിയാണോ ലൂയിസ് ഹോളാണോ? അതാണ് എൻ്റെ ചോദ്യം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസിലിൻ്റെ അടുത്ത് നിന്ന് 2 എക്സ്പെൻസീവ് സൈനിങ്സ് ഒരിക്കലും നടത്താൻ പോകുന്നില്ല. ഇറ്റ് വിൽ ബി ഈദർ ടൊണാലി ഓർ ലൂയിസ് ഹോൾ. അപ്പോൾ ആരാണ് നമുക്ക് വേണ്ടത് ന്യൂകാസിൽ നിന്ന്? കാരണം മിഡ്ഫീൽഡേഴ്സ് അവൈലബിൾ ആണ്, പല ടീമിലും മിഡ്ഫീൽഡേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ലെഫ്റ്റ് ബാക്ക്, ക്വാളിറ്റി ലെഫ്റ്റ് ബാക്ക്സ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ സ്മാർട്ടാവോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ദാറ്റ് ഐ വാസ് റോങ് ആൻഡ് ഐ എം പ്രൗഡ് ഐ വാസ് റോങ്. കാരണം നമ്മുടെ ടീം രക്ഷപ്പെടുകയാണ് ഇങ്ങനത്തെ പ്ലെയർ വന്നു കഴിഞ്ഞാൽ. ലൂയിസ് ഹോൾ ഈസ് ദ ലെഫ്റ്റ് ബാക്ക് ഐ വാണ്ട്. സ്റ്റാറ്റ്സും കുന്നോളൊക്കെ ഔട്ടിരിക്കട്ടെ, പക്ഷേ എന്തുകൊണ്ട് ലൂയിസ് ഹോൾ വേണമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഐ ആം സ്റ്റിക്കിംഗ് ടു ദാറ്റ്. ലൂയിസ് ഹോൾ കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കണം. പിന്നെ ഗൈസ്, നിങ്ങൾ അടിപൊളിയാണ്. കാരണം ലൂയിസ് ഹോൾ എന്നിവിടെ ആദ്യം പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ്. സോ യു ഡിസേർവ് ദ ക്രെഡിറ്റ്. നിങ്ങൾക്ക് ഈ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മടിച്ചിരിക്കാതെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൂയിസ് ഹോൾ നിങ്ങൾക്ക് വേണ്ട പ്ലെയർ ആണോ? ലൂയിസ് ഹോൾ ഓർ ടൊണാലി ഫ്രം ന്യൂകാസിൽ ആര് വേണം എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. വീണ്ടും കാണാം. See you.